വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് ടോക്കൺ. ആര് ഞെക്കിയാലും കിട്ടും. കിട്ടും. ഈ ടോക്കണായിട്ട് നമ്മൾ അകത്ത് പ്രവേശിക്കുകയാണ്. ചായ കൊടുത്തു ഞങ്ങൾക്ക് ഉണ്ടോ? താങ്ക് യു. അതെങ്ങനെ ഇതെല്ലാം പഞ്ചായത്തിന് ചെലവാണോ? ഇവിടുത്തെ സാറിന് പരിശോധിച്ചാൽ അറിയാം, ഇവിടുത്തെ പല വർക്കുകളും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് മേടിച്ചു കൊടുത്തിട്ട് അതും വലിച്ചടക്കുന്ന രീതിയാണ് ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. പണ്ടങ്ങനെ സ്ഥിതി പണ്ട് എത്ര പ്രാവശ്യം വരണം. ഇത് ഫ്രീ അല്ലേ മിക്കതും? ഇവിടെ ഫ്രീ അതെ. ഇവിടെ ചായം പണ്ടം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കരമാസാ ഓ ഞങ്ങളുടെ വീട്ടിലാണ് ഉദ്ഘാടനം മുമ്പ് ചെയ്തത്. കമലവാസന വന്നത് എനിക്ക് വയ്യ, അടുത്ത് കണ്ടു. ഞങ്ങളുടെ കിഴക്കമ്പലം പഞ്ചായത്ത് 16 വർഷം കോൺഗ്രസ് ജയിച്ചതാ. ഒരു പാക്കറ്റ് ഉപ്പുപൊടി കിട്ടിയിട്ടില്ല. ഇത് എന്തെല്ലാം സഹായങ്ങൾ പറഞ്ഞാൽ തീരില്ല, ഒരാഴ്ച പറഞ്ഞാൽ തീരില്ല. നമസ്കാരം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ കിറ്റെക്സ് സാബുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2020 എന്ന പ്രസ്ഥാനം ഒരു നാടിനെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വ്ളോഗിൽ വിശദീകരിച്ച് കാണിച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന പേരിൽ കിഴക്കമ്പലംകാർക്കും പരിസരവാസികൾക്കും പാതി വിലയ്ക്ക് മത്സ്യവും മാംസവും അടക്കം ഭക്ഷണ വിതരണം നടത്തിയിരുന്ന ആ നന്മയെ സ്ഥലത്തെ CPMകാർ കൊട്ടിയടച്ചു. അത് അവരുടെ വോട്ട് നഷ്ടപ്പെടുത്തുമെന്ന് കരുതി പരാതിപ്പെട്ട് പൂട്ടിച്ചതാണ്. അത് തുറന്നു പ്രവർത്തിക്കാൻ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കിറ്റെക്സും 2020യും. ആ കാഴ്ചകൾ അവിടെ അവസാനിക്കുന്നില്ല. കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ നമ്മളെ ക്ഷണിച്ച് ആദ്യം നമുക്കൊരു ചായ തരും. പിന്നെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആളുകളുടെ കാര്യം സാധിച്ചു കൊടുക്കുക എന്നത്. കിഴക്കമ്പലത്തെ കോളനികൾ വെറും കോളനികളല്ല, അതിമനോഹരമായ വീടുകളാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെയൊക്കെയും ഉണ്ട് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് കിഴക്കമ്പലത്തെ ബാക്കി കാഴ്ചകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോഡ്സ് വില്ല എന്ന ബോർഡിൻ്റെ സമീപമാണ്. ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വില്ല. ഇത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ 2020യുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇത് പഴയൊരു 1,00,000 വീട് കോളനിയാണ്. നമുക്കറിയാലോ, 1,00,000 രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു കോളനി സങ്കല്പം. കിഴക്കമ്പലം പഞ്ചായത്തിന് കീഴിലുള്ള ഈ കോളനി അവർ അതിമനോഹരമാക്കുന്നു. ഈ 1,00,000 രൂപ ഒരു വീടും ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒരു വീട് വയ്ക്കാൻ 4,00,000 രൂപ, അതൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് മാന്യമായി ഒരു വീട് വെച്ച് കൊടുക്കുന്നു. ആ വീട് വെച്ച ഇവിടെയുള്ള എല്ലാവർക്കും സുന്ദരമായ ഭവനം പണിത് അതിനെ ഗോഡ്സ് വില്ല എന്ന് പേരിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ കരമാസാ ഓ ഞങ്ങളുടെ വീട്ടിലാണ് ഉദ്ഘാടനം മുമ്പ് ചെയ്തത്. കമലവാസന വന്നത് എനിക്ക് വയ്യ, അടുത്ത് കണ്ടു. സാറ് രണ്ടുപേരും വന്നു. രണ്ടുപേരും ഞങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് സാറാ. അടിപൊളി. ഈ അമ്മച്ചിയുടെ പേരെന്നാ? എന്റെ പേര് സുഭദ്ര. എത്ര കാലം ഇവിടെ താമസം? ഞങ്ങള് ഇവിടെ ഒരു 50 കൊല്ലത്തിലായി. 50 കൊല്ലമായി? അതെങ്ങനെ ഇവിടെ? 1,00,000 വീടായിരുന്നു, 2 വീട്. അപ്പൊ 2 വീട് ഞങ്ങള് അപ്പുറം ഇപ്പുറയാന്ന് ലഹളയും തമ്മിത്തല്ലൊക്കെ ആയിട്ടാണ് അന്ന് ഞങ്ങൾ 2 വീട്ടുകാർ തമ്മിൽ അടിയാവും. വെള്ളം കുടിക്കാര്. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സാർ ഇവിടെ വന്ന് പെട്ടു. എങ്ങനെ ഇവിടെ എങ്ങനെ കെട്ടി വന്നാണോ ഇവിടെ? ഞാൻ അന്ന് പഞ്ചായത്തില് കാശ് കെട്ടി ഞാൻ പണിയെടുത്ത് അന്ന് മേടിച്ചു. അന്ന് മണ്ണ് വാരി തേച്ച പെരയായിരുന്നു എനിക്ക് കിട്ടിയത്. അന്ന് പിന്നെ പിള്ളേരെ അറിവെച്ച് പെരയൊക്കെ നന്നാക്കി കല്യാണമൊക്കെ കഴിച്ച് പിള്ളേര് അങ്ങനെ ഇന്ന സമയത്താണ് സാറ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് പെട്ടു. ഞങ്ങൾക്ക് ആദ്യം വെള്ളത്തിന്റെ പരിപാടി നടത്തി തന്നു. വെള്ളം കുറവായിരുന്നു, കിണറൊക്കെ ഉണ്ടായി, വെള്ളമൊക്കെ കുറവായിരുന്നു. അപ്പൊ രാത്രി ഉളക്കം ഒളിച്ചായിരുന്നു ഞങ്ങള് വെള്ളം കോരലൊക്കെ. അങ്ങനെയായി ഞങ്ങള് സാറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സാറ് വെള്ളത്തിന്റെ പരിപാടി മുമ്പ് നടത്തി വെള്ളമൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒറ്റപ്പെര ആക്കി തരാം എന്ന് പറഞ്ഞു. ഞങ്ങളതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾ നടന്നു. കാശ് വല്ലതും കൊടുക്കേണ്ടി വന്നു? ഇല്ല, കാശ് ഞാനിവിടെ ഒരു 2,00,000 രൂപ ടൈലിന് കൊടുത്തു, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കി പെരയൊക്കെ സാറ് ടൈലിട്ട് തരാൻ
പറഞ്ഞുകൊണ്ട് 3-4 ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തു. ഞങ്ങളോട് 3-4 പേര് കൊടുത്തു ടൈലിനെ. ബാക്കിയൊക്കെ സാറ് ചെയ്തു തന്ന. എന്നിട്ട് അങ്ങനെ വീട് അടിപൊളിയാക്കി തന്നു. വീട് അടിപൊളിയായി തന്നു. ഞങ്ങൾക്ക് പച്ചക്കറി സാധനങ്ങൾ പകുതി വിലയ്ക്ക് 20 ഞങ്ങൾക്ക് തരും. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോണു. ഹാപ്പി ആയിട്ട്, ഒരു പരാതിയില്ല. 2020 പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ മോൾ ഇതിനായിട്ട് കഷ്ടപ്പെട്ട് നടക്കുക. അതുപോലെ ഞാനും ഉണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടം. ഇവിടെ 2020 എല്ലാ താരിലും ഉണ്ടോ? ചില ആൾക്കാരൊക്കെ ഉണ്ട്. ആണോ? അതിപ്പോ ഈ പറഞ്ഞോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 ഇതിൽ നിൽക്കണവരും ഉണ്ട്. വീടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ വീടൊക്കെ കിട്ടിയവരുണ്ട് ഇവിടെ. വീടൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ അവർക്ക് എന്താ 2020 അല്ലേ? വീടൊക്കെ എല്ലാവർക്കും കിട്ടിയതാ. 37 വീടുണ്ട് ഇവിടെ. അതിലൊരു വീടാണ് കറ്റ് പണയാതെ. അങ്ങനെ 38 വീട് ഉണ്ട്. ഒരു വീട് അവിടെ താഴത്ത് പണിതിട്ടില്ല. ബാക്കി എല്ലാം പണിത് ഇവർക്ക് എല്ലാവർക്കും കിടക്കണം. ഈ 37 വീടും. എന്നിട്ടും 2020 ഇഷ്ടമില്ലാത്തവരുണ്ട്. അതാണ് ലോകം. അതെ. ഞങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഞങ്ങൾ സാറ് തന്നു. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും സാറ് ഞങ്ങളെ ഒരു സാധനം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കൊണ്ടുവന്നില്ല അങ്ങോട്ട്. ഞങ്ങൾക്ക് സാറ് എല്ലാ ഉപകാരങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിനോട് ഭയങ്കര മറക്കാൻ പറ്റില്ലാത്ത ഇതുണ്ട്. 2020 പ്രവർത്തനം ഉണ്ടോ? എൻ്റെ മോളെ ഇതിൽ മെമ്പറായിട്ട് നടക്കണം. നല്ല ഇതിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെമ്പർ ഇങ്ങോട്ട് പറയും അവളോട്. അപ്പം ആൾക്കാരെ വിളിക്കലും കൂട്ടലും ഒക്കെയാണ് അവൾ പഠിപ്പിക്കാൻ പോവാ. ടീച്ചറാ. എവിടെ? റാണിമാത സ്കൂളിൽ. കൊച്ചു പറഞ്ഞുണ്ട്. കെട്ടിയോനില്ല. കെട്ടിയോ മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് മരിച്ചുപോയി നേരത്തെ. പേരെങ്ങനെയാ? എൻ്റെ പേര് റോസ്ലി. റോസ്ലി. ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കുന്നു? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 35 കൊല്ലമായിട്ടുണ്ട്. 35 കൊല്ലമായി. അത് ശരി. അപ്പൊ അത് ഇവിടെ എങ്ങനെ കെട്ടി വന്നാണ്? എവിടെയായിരുന്നു നേരത്തെ? എൻ്റെ വീട് വാഴക്കുളം, തൊടുപുഴ. വാഴക്കുളം. ഹസ്ബൻഡിന് ഇപ്പൊ ലോട്ടറിയുടെ കച്ചവടമാണ്. ഇത്രയും നാള് യൂണിറ്റി പണിയായിരുന്നു ഇവിടെ കിറ്റക്സിന്റെ കിഴക്കമ്പലം. കിഴക്കമ്പലത്ത്. അതിനെ പറ്റി ഇപ്പൊ പിന്നെ ലോട്ടറിയിലേക്ക് മാറി. പെൻഷൻ പറ്റി. അത് ശരി. കണ്ടാ തോന്നില്ല. അപ്പൊ എന്നിട്ട് അന്നേരം ജോലി ഇല്ലായിരുന്നു? ഒന്നൊരു പേര് പറഞ്ഞ്. എൻ്റെ പേര് റോസ്ലി. റോസ്ലിക്ക് ജോലി ഇല്ലായിരുന്നു? ജോലിക്ക് പോവായിരുന്നു, പണിക്കൊക്കെ പോവായിരുന്നു. എന്നിട്ട് ഇവിടെ നേരത്തെ എങ്ങനെയായിരുന്നു? ലക്ഷം വീട് കോളനി പോലെ ആയിരുന്നോ? അപ്പൊ എങ്ങനെ വീട് എങ്ങനെയായിരുന്നു? താമസം ചെറിയ വീട്? വീട് 2 വശം ഉള്ള വീടായിരുന്നു. 2 വീട്, 2 കുടുംബം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു വീട്ടിൽ എന്തായാലും സ്ഥലം ഉണ്ടായിരുന്നു? എത്ര മുറി ഉണ്ടായിരുന്നു? ഞങ്ങള് കൊറേയൊക്കെ കൂട്ടിയൊക്കെ പണിതെടുത്ത്. 3 പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നേ പിന്നെയാണ് ഇതൊരു പെങ്ങളാണ് ഇവരെയൊക്കെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ കിടക്കാൻ സ്ഥലം വേണ്ടേ ഞങ്ങക്ക്. അപ്പൊ കുറേച്ചൊക്കെ ഇത്തിരിയൊക്കെ പണിത് ഞങ്ങൾ എടുത്തു. പണിയൊക്കെ പോയി പണിത്. ഇതിപ്പോ ഇത് എത്ര കാലമായി പുതിയ വീട് പണിത് കിട്ടിയിട്ട്? ഇതിപ്പോ 4 വർഷം. അപ്പൊ ഈ 2 എന്നുള്ളത് ഫുൾ ഒരു വീടായി. എത്ര മുറി? 2 മുറി. 2 മുറിയും അടുക്കളയും ഹാളും അടിപൊളിയായി. ഇങ്ങനെ ഒരു സന്തോഷായി. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. അതാണ് ഇങ്ങനെ ആക്കിയെടുത്ത്. ഇപ്പൊ ആര് വന്നാലും അടിപൊളി വീട്. അപ്പം ഇങ്ങനൊരു വീട്ടിൽ താമസിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. അത് പിള്ളേരെല്ലാം കെട്ടിച്ചും എല്ലാം കഴിഞ്ഞിട്ടും. ഇത് ഈ പാപ്പി ആരാ? ആണോ? പാപ്പിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 കൊല്ലമായി ഇപ്പം അല്ലേ? അത് കഴിഞ്ഞു. അപ്പം ഇത് ഇവിടെ സാബു സാർ വന്നിട്ടുണ്ടോ ഇവിടെ? ഇവിടെ വരാറുണ്ട്, വീട്ടിൽ വന്നിട്ടില്ല. കാണാറുണ്ട്. ഈ 2020 വന്നതിൽ സന്തോഷമാണോ? സന്തോഷമാണ്. 2020 പ്രവർത്തിക്കുന്നുണ്ടോ? 2020 വോട്ട് ചെയ്യുന്നുണ്ടോ? പിന്നല്ലാതെ ഇങ്ങനെ ഒരു കുടുംബം തന്നപ്പോ പിന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ മറ്റവരുടെ ശല്യം വല്ലോട്? CPM-കാരും കോൺഗ്രസ്സുകാരും ആരോടും ഒരു ശല്യമില്ല. ഇല്ല. അവര് നിങ്ങളോട് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും നല്ല നമുക്ക് കിടപ്പേടം തന്നതല്ലേ ഏറ്റവും നല്ലൊരു ഇത്. പിന്നെ തൊഴിലും കിട്ടുമായിരുന്നു. തൊഴിലും ഉണ്ടായിരുന്നു. ഞാൻ 20-ലൊക്കെ പണിക്ക് പോയിക്കൊണ്ടൊക്കെ ഇരുന്ന. ഇപ്പൊ വയ്യ, പിള്ളേരെ നോക്കിയിരിക്കണം. കിഴക്കമ്പലത്തെ 2 പഞ്ചായത്ത് മെമ്പർമാർ ബിന്ദുവും അമ്പിളിയും അവർ ഈ വില്ല കൺസെപ്റ്റിനെ കുറിച്ചും ഒപ്പം ഈ ഗ്രൗണ്ടിനെ കുറിച്ചും. എന്താണ് ഈ ഗ്രൗണ്ട്? നമുക്കിപ്പോൾ ഇവിടെ ഒരു 37 വീടുകളാണുള്ളത്. തൊട്ട് അടുത്ത് ചേർന്നുള്ള വീടുകളായതിനാൽ ഇവിടെ പരിപാടികൾ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കുമ്പോൾ ആളുകൾക്ക് അതിനുള്ള സൗകര്യമായിട്ട് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും എല്ലാം ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാം. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചാൽ നടക്കുന്നത്?
ഫംഗ്ഷൻ ഇപ്പോൾ കളിയാണ് മെയിൻലി പിള്ളേർ. മെയിനായിട്ട് കളിയാണ് നടക്കുന്നത്, അല്ലാതെ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന ഗ്രൗണ്ടാണ്. ഓക്കെ. ഈ ഇതിന് എത്ര രൂപയായി കാണുന്നുണ്ട് ഒരു വീടിന്? 14 ലക്ഷം രൂപ. 14 ലക്ഷം രൂപയായി. ഇത് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലും സർക്കാർ പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോഴും 4 ലക്ഷം രൂപ മതി പറഞ്ഞു വീട് വെക്കാൻ. അതെ അതെ. അപ്പോഴാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് എങ്ങനെ ആളെ സെലക്ട്? ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കണോ ഇത്? ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം വീട് നല്ല രീതിയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വെളിയിൽ നിന്ന് വന്നില്ല? ഇല്ല. ഈ ലക്ഷം വീട് കോളനിയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒറ്റ വീടാക്കി. അതായത് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ 2 കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. അത് എല്ലാവർക്കും ഒറ്റ വീടാക്കി നിർമ്മിച്ചു. ഇവിടെ വേറെ കോളനികളുണ്ട്? ഇവിടെ ഇല്ല, ഈ ഒരു കോളനി ഉള്ളെന്ന് തോന്നുന്നു. ഈ വാർഡിൽ ഈ ഒരു കോളനിയേ ഉള്ളൂ. നമുക്ക് തൊട്ടടുത്ത വാർഡുകളിലും ഇതുപോലെയുള്ള വില്ലകളുണ്ട്. ഉണ്ട്. എല്ലാ കോളനികളും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അതെ അതെ. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ളതാണ്. അജൈവ മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മസേന കളക്ട് ചെയ്തുകൊണ്ട് പോകും. പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ, അതുപോലെ ഈ വേസ്റ്റുകൾ, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. ബാക്കി നമ്മുടെ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ വേസ്റ്റൊക്കെ വരുന്നത് സംസ്കരിക്കാനുള്ള ബിന്നാണിത്. ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പൊടിയുണ്ട്. ഇത് ഇവർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആളുകളെ അവർക്ക് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് ഇത് ഇവർക്ക് ഇവരുടെ ഫുഡിന്റെ വേസ്റ്റ് എല്ലാം ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് ഈ പൊടി ഇട്ട് ഇങ്ങനെ വെച്ചിരുന്ന് പഞ്ചായത്ത് എടുത്തോണ്ട് പോകും. ഇല്ല, 15 ദിവസം കഴിയുമ്പോൾ ഒരു ഡിസ്പോസ് ചെയ്യാൻ വളമായി. അവർക്ക് ചെടികൾക്ക് ഇടാനും ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വാഴയ്ക്കോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇടാനുള്ള വളമായിട്ട് മാറും. എൻ്റെ പേര് സരോജിനി. ഒരുപാട് ചാനലിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഈ എറാത്ത ഈ വീട് പണിക്ക് മുമ്പ് അപ്പൊ ഞങ്ങൾ വാടക സേവനപ്പടിക്കായിരുന്നു എൻ്റെ വീട്. എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നു, ലൂർദിലെ ചികിത്സയായിരുന്നു. നല്ല വീട് വിറ്റേച്ച് അപ്പുറം ഇപ്പുറം 2 കൂട്ടർ, അപ്പുറം 3 ആൺപിള്ളേർ, ഇപ്പുറം എൻ്റെ മോനെ 3 പെൺപിള്ളേർ. അങ്ങനെ ജീവിച്ച് ഒരു പള്ളിയിൽ നിന്ന് കരോള് വരുമ്പോൾ പോലും പുറത്തിറങ്ങൂല, നാണായിട്ട് പൊത്തിപ്പൊളിഞ്ഞ വിത്തി മഴ പെയ്യുമ്പോൾ ചെരുവം, പാളക്കഷ്ണം, അട്ടിക്കൂട് ഇതൊക്കെ വെച്ചുകൊണ്ട് കിടക്കണം. പുക പിടിച്ച് നശിച്ച വീട്, ഇത്രയും വലിയ നശിച്ച് കിടന്ന വീട് 3,20,000 രൂപ കൊടുത്ത് ഞങ്ങൾ കയ്യവകാശം മേടിച്ചതാണ്. അപ്പോൾ പുറത്തിറങ്ങൂല, നാണക്കേടായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സാബു സാറ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ആദ്യം തന്നെ കുഴൽക്കിണർ താത്തി കുടിവെള്ളം തന്നു, സമാധാനം. അത് കഴിഞ്ഞ് ഓരോ ചാനലുകളിൽ എന്നെ വിളിക്കും സംസാരിക്കാൻ. കുടുംബശ്രീക്ക് ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചാനലുകാരുണ്ടാവും, സാറും ഉണ്ടാവും. അപ്പോൾ സാറ് ഞാൻ കരയും, ഞാൻ പറയില്ല എന്ന് പറഞ്ഞാലും എൻ്റെ പുറത്ത് മുട്ടിച്ച് പറയും, കരഞ്ഞോട്ടെ പറയണമെന്ന്. അങ്ങനെ ഒരുപാട് ഞാൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാറ് പാടത്ത് വിത്ത് വിതയ്ക്കും പോലെ ജനങ്ങൾക്ക് വേണ്ടി അരി വിതയ്ക്കണ പണം സാറിന് വല്ല ആവശ്യമുണ്ടോ? ഞങ്ങളുടെ കിഴക്കമ്പലം പഞ്ചായത്ത് 16 വർഷം കോൺഗ്രസ് ജയിച്ചതാണ്. ഒരു പാക്കറ്റ് ഉപ്പുപൊടി കിട്ടിയിട്ടില്ല. ഇത് എന്തെല്ലാം സഹായങ്ങൾ പറഞ്ഞാൽ തീരില്ല, ഒരാഴ്ച പറഞ്ഞാൽ തീരില്ല. അതുപോലത്തെ ഉപകാരം ഞങ്ങളുടെ കൊച്ചു പറഞ്ഞിട്ടുണ്ട് ഫോണിൽ. ഈ പെരവണി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇതുപോലെ എവിടുന്നോ സാർമാർ വന്നു. അപ്പോൾ പറഞ്ഞു നല്ല വീട് വിറ്റു, ഈ കോളനി വീട് മേടിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ടുകൾ വന്നാൽ പോലും ഒന്നും ഇരിക്കാൻ സ്ഥലമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും നല്ല വീട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവൾ നൂലുവിളിച്ചത്. ഇപ്പോൾ ഫോണിലിട്ടേക്കണത് സാറ് ആരെങ്കിലും ഇട്ടതായിരിക്കും. അങ്ങനെ സാറ് ചെയ്തേക്കണ ഉപകാരം ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് സാറിന് ഇന്നിപ്പോൾ പഞ്ചായത്തിൽ പോയി ചായ, 1 കഷ്ണം കേക്ക്, ചോറും തന്നാ വിട്ടത്. നാളെ വീടിൻ്റെ കരം തീർക്കാൻ പോയി, എനിക്ക് ചോറ് തന്നാ വിട്ടത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം, ചായ, കേക്ക് പഞ്ചായത്തിൽ നിന്ന്. പിന്നെ നമ്മൾ എന്ത് ആവശ്യത്തിന് ചെന്നാലും 10 മിനിറ്റ് സമയം നമ്മളെ നിർത്തില്ല, ആ കാര്യം സാധിച്ചു വിടും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷന് സാറ് ജയിക്കാൻ വേണ്ടി വാചേരിപ്പാറയ്ക്ക് ഞാൻ തിരികെത്തിച്ചു. ഇപ്പോഴും സാറിന് വേണ്ടി ഒരുപാട് ആശംസകൾ നേർന്നു. കേരളം സാറ് ഭരിക്കട്ടെ, സാറിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണു. എൻ്റെ മരണം വരെ മാറില്ല സാറിൻ്റെ. ശരി, താങ്ക് യു. നമസ്കാരം. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസുകളിൽ ചെന്നാലുള്ള സ്ഥിതി എന്താണെന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും സാധിക്കില്ല, ഒരു കാര്യവും ആ സമയത്തിനുള്ളിൽ തീരുകയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നാൽ
എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ മെമ്പർമാരും ജീവനക്കാരുമുണ്ട്. പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരല്ലാതെയുള്ള വോളണ്ടിയേഴ്സ് അടക്കമുള്ളവരുണ്ട്. ഒരു ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവർക്കും ചായയും കാപ്പിയും ഭക്ഷണവും ഒക്കെ കൊടുക്കും. നമുക്ക് പഞ്ചായത്തിലേക്ക് പോവാം. പഞ്ചായത്ത് മെമ്പറാണോ? പേരെങ്ങനെയാണ്? ഷീബ. പഴങ്ങനാട്. മുമ്പേ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ എങ്ങനെ ഒരാളൊരു സേവനം ചെയ്യാമെന്നാൽ തുടക്കം എങ്ങനെയാണ്? പബ്ലിക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ടോക്കൺ സംവിധാനമുണ്ട്. അത് ടോക്കൺ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് ടോക്കൺ. ആര് ഞെക്കിയാലും കിട്ടും. ഈ ടോക്കണായിട്ട് നമ്മൾ അകത്ത് പ്രവേശിക്കുകയാണ്. ഇപ്പൊ എന്റെ ടോക്കൺ ഇതാ. ടോക്കൺ നമ്പർ 1 45 അല്ലെങ്കിൽ 45. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ക്യൂ പാലിക്കുക. സിസ്റ്റമാറ്റിക് ടോക്കൺ വിളിക്കും. അപ്പോൾ ക്യൂ ആ സമയം വരുന്നവരെ നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ചായയും മറ്റു കാര്യങ്ങളും ചായയും കാപ്പിയും നമ്മൾ കൊടുക്കും. പിന്നെ അവിടെ ഇരിക്കുന്നവർ നമുക്ക് വേണ്ട സഹായം ചെയ്യും. വാർഡ് മെമ്പേഴ്സാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ 3 പേര് വീതം ഡ്യൂട്ടിക്ക് ഉണ്ടാവും. അപ്പം പബ്ലിക്കിന് വേണ്ടിയുള്ള എല്ലാ സേവനങ്ങളും എല്ലാ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കും. അവർക്ക് വേണ്ട സ്റ്റാമ്പ്, റവന്യൂ സ്റ്റാമ്പ് ആണെങ്കിലും കോഡ് ഫീസ് സ്റ്റാമ്പ് ആണെങ്കിലും തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അതെല്ലാം ഗവൺമെന്റ് ഫീസാണ്. അതെല്ലാം നമുക്ക് ഇതനുസരിച്ച് പോകണം. ജനങ്ങൾക്കുള്ള സേവനങ്ങൾ മുഴുവനും തികച്ചും സൗജന്യമാണ്. നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വന്നത്. എല്ലാ പഞ്ചായത്ത് പോലെയാണോ ഇവിടെ അറിയത്തില്ലല്ലോ. നല്ല രീതിയിൽ. ഇത് ഫ്രണ്ട് ഓഫീസാ? അത് ശരി. നിങ്ങൾ 3 പേര്. ഓ സോറി, മെമ്പേഴ്സ് നിങ്ങൾ. അപ്പൊ മെമ്പേഴ്സിനോട് വന്നിരിക്കാം. പേരെങ്ങനെയാ? എൻ്റെ പേര് നാൻസി. ആ, അപ്പൊ നിങ്ങൾ 3 പേര് മാറി മാറി ഓരോ ദിവസം 3 പേര് വരെ ഉണ്ടാവണം. അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 9:30 മുതൽ ഞങ്ങൾ വൈകിട്ട് 5:30 വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട ഹെൽപ്പേഴ്സ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ആഴ്ച 2 ദിവസമൊക്കെ വരേണ്ടി വരുമോ? ചില ദിവസം 2 ദിവസമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വാർഡുകാർക്ക് മാത്രമല്ല, ആരും വന്നാലും നമ്മള് മൊത്തം കാര്യങ്ങളൂടെ. അപ്പൊ മെമ്പേഴ്സിന്റെ വീട്ടിലേക്ക് ഇവര് വരണ്ട, നാട്ടുകാർ വരണ്ട, ഇവിടെ വന്നാൽ മതി അല്ലേ? അവരവരുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവര് വിളിക്കും. നമ്മുടെ ആവശ്യം ഓരോ വാർഡ് വൈസ് അങ്ങോട്ട് ചെല്ലും. ഹാപ്പി ആയിരിക്കുന്നു. അവരെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ അവിടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ ഏൽപ്പിക്കും. ഇല്ല എങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവരെ 2 പ്രാവശ്യം കൊണ്ട് നടത്തേണ്ട. സഹകരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. കൈക്കൂലി ഒന്നും വേണ്ട, ആവശ്യമില്ല. അഴിമതി രഹിതമാണല്ലോ നമ്മുടെ പഞ്ചായത്ത്. അപ്പൊ നിങ്ങൾ ഹാപ്പി? ഞങ്ങൾ ഹാപ്പി. ഞാനും ഹാപ്പിയാണ്. പേരെങ്ങനെയാ? പേര് എൽസി. എൽസി എന്താ ആവശ്യത്തിന് വന്ന ഇവിടെ? ഞാൻ പെരയുടെ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോം പൂരിപ്പിക്കാൻ വന്ന. പെരയുടെ നമ്പർ ഇല്ല, പുതിയ പെര വേണതാണോ? പുതിയ പെരക്ക് നമ്പർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് ഇവിടെ വന്നിട്ട് കൊണ്ടുവന്ന് ഇവര് സഹായിക്കും. അവര് നമ്മൾ പൂരിപ്പിച്ചൊന്നും കൊടുക്കണ്ട, അവര് പൂരിപ്പിച്ചു. അതിന്റെ അടയ്ക്കാനുള്ള ഫീസ് അടയ്ക്കുക. ഫീസൊന്നുമില്ല, ഇത് നമ്മൾ പൂരിപ്പിച്ച് അവിടെ കൊടുത്താൽ മതി. നമ്പർ ഇടാൻ ഫീസ് ഇല്ല. അത്രേ ഉള്ളൂ. അതെല്ലാം ഫ്രീ ആണോ? അതുപോലെ ഭക്ഷണം അതെല്ലാം ഫ്രീ. ആഹാ, രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ഹാപ്പി ആയിരിക്കുന്നു. ഇവർക്ക് തന്നെ ചായ കൊടുത്തു. എനിക്ക് ഞങ്ങൾക്കും ഉണ്ടോ? താങ്ക് യു. അതെങ്ങനെ? ഇതെല്ലാം പഞ്ചായത്തിന് ചെലവാണോ? എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ഇതിന് വേണ്ടിട്ട് അപ്പൊ വരുന്നവർക്കെല്ലാം ചായ ഉണ്ട്. അത് ശരി. എന്നോട് അമ്മച്ചി പറഞ്ഞ ഊണ് വയ്യ, കഴിച്ച സ്നാക്സ് ഉച്ചയ്ക്ക് വന്നാൽ ചോറും ഉണ്ട്. ആ, ഒരു കാര്യത്തിന് 2ാമത് വരണ്ട. ഇതിനു മുമ്പ് വരേണ്ട ആവശ്യത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ പല കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞൊക്കെ നേരാണോ അതോ കറക്റ്റ്? എല്ലാം ചെയ്തു തരും നമുക്ക്. നമ്മൾ ഇവിടെ വന്നവരോട് പറഞ്ഞാൽ മതി. ആണോ? ഓ, അപ്പൊ നിങ്ങൾ ഭാഗ്യം ചെയ്തു തരാം. ഞങ്ങളെ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ? നല്ലതായിരിക്കും. ചായയും ബന്നും കൊടുക്കും. ചായ, ബണ്ണ്, പപ്സ്, കേക്ക് ഇങ്ങനെ മാറി മാറി വരും. ബണ്ണും കേക്കും അല്ലെങ്കിൽ ബണ്ണ് പപ്സ് അങ്ങനെ മാറി മാറി. ഇതിനൊന്നും കാശ് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് ഊണും കൊടുക്കും. അതിന്റെ പുറകിൽ ഇടയുണ്ടോ? ഈ കഴിക്കാൻ സ്ഥലമുണ്ടോ? റൂമുണ്ട്, റൂമിൽ പൈസ കൊടുക്കണം. കഴിക്കാൻ വരുന്ന ആളുകളുണ്ട് ഒരുപാട്. എത്ര പേർ കൊടുക്കും ഊണ്? 40 പേര്, 30. ആണോ? ഇപ്പൊ ഊണ് നടക്കുവാ? ഇവിടെ ചോറുണ്ട്. നല്ല ഡീസൻ്റ്.
നമ്മളൊന്നും ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഇവരിരുന്നാൽ മതി. ആ അവർ നമ്മൾ നല്ല പെരുമാറ്റം എല്ലാം ചെയ്തു തരും. ആ ഓക്കെ. അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും കൈ കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു മറ്റേ നമ്പർ പുതിയ വീടിൻ്റെ നമ്പർ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയ്ക്ക് വന്നാൽ വീട് പണിതാ പുതുതായിട്ട് വീട് പണിതുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ ഇതാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. പണ്ടങ്ങനെ സ്ഥിതി? പണ്ട് എത്ര പ്രാവശ്യം വരണം. ഇത് ഫ്രീ അല്ലേ മിക്കതും? ഇവിടെ ഫ്രീ അതെ. ഇവിടെ സഹായം പണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഫ്രണ്ട് ഓഫീസാണ്. അവിടെ 2 സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൃത്യമായിട്ടുള്ള സേവനങ്ങൾ അതാത് രീതിയിൽ കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സംവിധാനം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എത്ര ആപ്ലിക്കൻസ് ഇവിടെ വന്നിട്ടുണ്ട് അത് മുഴുവനും നമ്മുടെ ഡ്യൂട്ടി മെമ്പേഴ്സ് ഫയൽ ചെയ്യും. എന്നിട്ട് നമ്മളത് ഫോളോ ചെയ്യണം. വാർഡിൽ അതാത് വാർഡ് മെമ്പേഴ്സിന് കൊടുക്കും. വാർഡ് മെമ്പർമാർ അത് ഫോളോ അപ്പ് ചെയ്യും. പിറ്റേ ദിവസം തന്നെ അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ തിരിച്ച് കൊടുക്കുവാനുള്ളത്. ഇവർ സഹകരിക്കുന്നുണ്ടോ ജീവനക്കാരൻ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ഇവരുടെ സൗകര്യങ്ങൾ? ആണോ? അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല? ചുമ്മാ ഇരുന്ന് പോകാൻ പറ്റത്തില്ല, ജോലി ചെയ്ത് അത് കുഴപ്പമില്ല. പക്ഷെ അതിന് സന്തോഷമുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് പരാതിയില്ല അല്ലേ? അങ്ങനെ ഗുണമുണ്ട്, സന്തോഷം. നമസ്കാരം. നമസ്കാരം. സെക്രട്ടറി പേരെന്നാ സാറിന്റെ? എൻ്റെ പേര് ഷാജി മോൻ. ഷാജി മോൻ ഇവിടുത്തെ അടുത്ത കാലമാണോ താമസം? ഇവിടെ തന്നെയാണോ? മരട്. എത്ര കാലം ഇവിടെ ആയിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പൊ ജൂൺ ആകുമ്പോഴേക്ക് 4 വർഷം. 4 വർഷമായി. 4 വർഷമാവും. അപ്പൊ ഈ പഞ്ചായത്തിലെ ഈ മാറ്റങ്ങളെല്ലാം കൃത്യമായി കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എനിക്കറിയാം. അല്ല, ഈ പഞ്ചായത്ത് ഒരുപാട് ലാഭം ഉണ്ടെന്ന് പറഞ്ഞു, സത്യമാണോ ഇതൊക്കെ? ലാഭം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഞാൻ വന്നതിന് ശേഷമാണ് ഈ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടുകളിൽ ഒരുപാട് പൈസ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന് നമുക്ക് അധികം പൈസ പലിശയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഫണ്ട് നമ്മളൊരു നിശ്ചിത ശതമാനം നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് മാത്രം നീക്കി വെച്ചതിന് ശേഷം ബാക്കി തുക നമ്മൾ ഡെപ്പോസിറ്റാക്കി മാറ്റാം. നമുക്ക് ഡെപ്പോസിറ്റാക്കി മാറ്റിയുള്ള ഗുണം എന്ന് വെച്ചാൽ അത് വാർഷിക പലിശ കിട്ടുമ്പോൾ നമുക്ക് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കണേക്കാട്ടിലും കൂടുതൽ വരുമാനം പഞ്ചായത്തിന് കിട്ടും. അത് പ്രൊവിഷൻ ഉണ്ട്, ആക്ച്വലി പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ 13 കോടി സംതിങ് റുപ്പീസ് അധികം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാകത്തിനുണ്ട്. 10-25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം മാറ്റി വെച്ചാൽ പോലും 13 കോടി ചില്ലറ ഉണ്ടായിരുന്നത് ഞാനത് ഡെപ്പോസിറ്റ് ആക്കി. അങ്ങനെയാണ് ഈ സംഭവം പൊതുലോകം അറിയണത്. ഈ കിഴക്കൻ പഞ്ചായത്തിൽ ഇത്ര കോടി രൂപ അന്ന് എനിക്ക് അത് ചെയ്തതിന് വേണ്ടി എല്ലാ സ്ഥലത്തുനിന്നും ചോദ്യങ്ങളായിരുന്നു. ഇത്രയും രൂപയുണ്ടോ ഈ പഞ്ചായത്തിൽ, ഇത്രയും രൂപയുണ്ടോ? അതൊരു അവിശ്വസനീയമായ ലാഭം വരുന്നതല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റം വന്ന പിന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ സാറ് പറഞ്ഞ വാക്ക് ശരിയായത്. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരുന്നു പഞ്ചായത്തുകളിൽ അക്കൗണ്ട്സ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ലാഭമാണോ നഷ്ടമാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് 2009 അക്കൗണ്ട്സ് കമ്പ്യൂട്ടറുവൽക്കരിച്ച് അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറിയതിന് ശേഷമാണ് സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഡെഫിസിറ്റ് ഓർ ഇത് വരുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം. അത് പ്രകാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ ഇപ്പോൾ ലാഭത്തിലാണ്. എല്ലാ പഞ്ചായത്തും, ഒട്ടുമിക്ക പഞ്ചായത്തുകളും കഴിച്ച ലാഭമെന്നേ കാണി. പക്ഷെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കാണത്തില്ല. ഈ കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള പോലെ വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല ഈ ലാഭം എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ പദ്ധതി എടുക്കുന്നുണ്ട്, എല്ലാ വർഷവും പദ്ധതി എടുക്കുന്നുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പദ്ധതി നിർവഹണത്തിനായിട്ട് നമ്മൾ ഈ ഫണ്ട് വെച്ചിട്ടാണ് പദ്ധതികൾ എടുക്കുന്നത്. കൂടാതെ സർക്കാരിൽ നിന്ന് വന്ന ഫണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു വർഷം ഈ പഞ്ചായത്തിന് കിട്ടുന്ന സർക്കാരിൻ്റെ പദ്ധതി ഫണ്ടും ഈ പഞ്ചായത്ത് വിഹിതമായ ഈ ഓൺ ഫണ്ട്, അതായത് നമ്മുടെ നികുതി വരുമാനവും ചേർത്തിട്ടാണ് പദ്ധതികൾ രൂപീകരിക്കുന്നത്. ഒരു വർഷത്തേക്ക് പദ്ധതികൾ ഉണ്ടാകും. ഇതിനകത്ത് നമ്മുടെ ഈ ഓഫീസിൽ നടക്കുന്ന കടലാസുകൾക്കൊന്നും പ്രശ്നമില്ല. പദ്ധതികളാണെങ്കിൽ പോലും ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു റോഡ് വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കാരണം വെച്ചാൽ ഓരോ നിർവ്വഹണ ഉദ്യോഗസ്ഥർക്കും ഓരോ പദ്ധതികൾ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ റോഡുകളൊക്കെ വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കൈവശമാണ് വരുന്നത്. അപ്പോൾ ഒരു BMBC റോഡ്, ഉദാഹരണം ഇവിടുത്തെ ഒരു BMBC റോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇതുണ്ടോ, എയ്ക്ക് ഇത്ര രൂപ വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ, AXക്ക് ഇത്ര രൂപ ചെയ്യാൻ പറ്റും, ഇക്ക് ഇത്ര രൂപ, അതുക്കും മേളിലുള്ള എമൗണ്ടിന് സിയുടെ അടുത്ത് വരെ പോകണം, ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് വരെ പോകണം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ എയുടെ പരിധിയിൽ വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടാണ്. അതിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും.
ഈ എല്ലാ പദ്ധതികളും ടെക്നിക്കൽ സാങ്ഷൻ തരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കടലാസ് തിരിച്ചു വരത്തില്ല സമയത്തിന്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ആ ടെക്നിക്കൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് മാസങ്ങൾ കടന്നു പോകും. ഇതൊരു ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്ക് ഇതൊരു തീരുമാനമാവുള്ളൂ. അപ്പോഴേക്കും പിന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ഇത്രയും തീർക്കണം. അപ്പോൾ ഈ ഫണ്ട് സമയത്തിന് തീരത്തില്ല. ഈ ഓൺ ഫണ്ട് പോലുള്ള പദ്ധതികളിൽ വെച്ചിരിക്കുന്ന ഫണ്ടുകൾ പോലും ചിലവാകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പദ്ധതി ഏറ്റെടുത്തെങ്കിലും അത് പ്രാവർത്തികമാകാത്തതുകൊണ്ട് ഈ പണം അവിടെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. ഇത് പിറ്റത്തെ വർഷമാകുമ്പോൾ എന്തായി? നേരെ ഇരട്ടിയായില്ലേ? അങ്ങനെയാണോ ഇവിടെയും ലാഭമാവുന്നത്? അല്ല, ഇവിടെ പദ്ധതികൾ ചെല്ലാൻ കഴിയുന്നുണ്ട്, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം പറയും. ഞാൻ പറഞ്ഞത് നമ്മളാൽ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികളാണ്. പക്ഷെ നമ്മുടെ ഈ കിഴക്കമ്പലം എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ കടലാസ് ശരിയായി വരത്തില്ല, അല്ലെങ്കിൽ അത് ചെയ്തു തരത്തില്ല. എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം പറഞ്ഞാൽ അത് മടക്കും. അപ്പൊ പിന്നെ എങ്ങനെ പദ്ധതികൾ നടക്കുന്നത്? ഇവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. കോടതി പോകും. ഇത് ഇവിടുത്തെ സാറിന് പരിശോധിച്ചാൽ അറിയാം, ഇവിടുത്തെ പല വർക്കുകളും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് മേടിച്ചു കൊടുത്തിട്ട് അതും വലിച്ചിഴക്കുന്ന രീതിയാണ് ഇപ്പം ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ വർഷം 3 പദ്ധതികൾ ഇപ്പം നീങ്ങാണ്ട്, അതായത് മുന്നോട്ട് പോകാണ്ട് കിടക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യിച്ചു. ഒരു വർക്ക് എൻ്റെ ഒരു സമ്മർദ്ദത്തിൽ പെടുത്തി ഞാനത് സ്റ്റാർട്ട് ചെയ്യിച്ചതിൻ്റെ ലെവൽസിൻ്റെ ഡേറ്റ് കറക്റ്റ്, അതായത് AXCയുടെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇന്നലത്തെ ഡേറ്റിലാണെങ്കിൽ അവരെടുക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. അവർ റിസീവ് ചെയ്യണത് ഇന്നത്തെ ഡേറ്റിലാണെങ്കിൽ അത് ഒപ്പിട്ടെടുത്ത് ഒരു തടസ്സവും ഇല്ല. അത് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ചെയ്തു തരാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ സാറിന് മനസ്സിലായില്ല. ഇവിടെ ഫണ്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? ഇവിടെ പറ്റുന്നത്ര മറ്റു പലയിടങ്ങളിലും പദ്ധതി വിഹിതം 30% 40% ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ പദ്ധതി വിഹിതം സമയത്തിന് കിട്ടാത്തതുകൊണ്ട് അതൊക്കെ പെൻഡിങ് ആണ്. നമ്മൾ എനിക്ക് സഹകരണം കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കരാറുകാർക്കാണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തായാലും ഇവിടെ വരുന്ന ആളുകളെല്ലാം ഹാപ്പിയാണല്ലേ? സാധാരണ പഞ്ചായത്ത് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരാൾ ഒരു പ്രാവശ്യം വന്നാൽ മതി. നമ്മളിത് സർവീസ് വാട്സാപ്പിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും എന്ത് സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും നമ്മൾ വാട്സാപ്പിൽ അവരുടെ അപേക്ഷ മേടിക്കുമ്പോൾ തന്നെ വാട്സാപ്പ് നമ്പർ മേടിച്ചിട്ട് നമ്മൾ ആ നിശ്ചിത ഫീസ് ഓൺലൈനോ എങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ വാട്സാപ്പിൽ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പഞ്ചായത്തുകളൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ല, ഇത് ഞാൻ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ അടുത്തും പറഞ്ഞു, സാർ ഇത് എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, അവര് നിർദ്ദേശം കൊടുക്കുന്നില്ല. ഈ നാട്ടിലുള്ള പഞ്ചായത്തിലുള്ളവർ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അവരുടെ ഓഫീസിലെ കാര്യങ്ങൾ അവരാണ് നിശ്ചയിച്ച് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത്രയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിലും ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാനുള്ളത് അപ്പം കൊടുക്കാൻ പറ്റും. അതായത് ഒപ്പിട്ട ഉടനെ ഇന്നത്തെ കാലത്ത് ഒരു നെക്കിയ ഈ സാധനം കിട്ടേണ്ടതാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പൊതുജനത്തിനോട് എല്ലാ ഓഫീസർമാരോടും പറയാനുള്ളത്. അത് ഈ ഓഫീസൊന്നുമല്ല, ഇപ്പൊ റവന്യൂ ആണെങ്കിൽ വില്ലേജ് ഓഫീസ് ആണെങ്കിൽ പോലും സ്മാർട്ട് വില്ലേജ്, ഇപ്പൊ ഇവിടെ സ്മാർട്ട് വില്ലേജ് കിട്ടത്തില്ലല്ലോ. അപ്പൊ കൊടുത്താ അല്ല, അത് സാറേ അവിടെ ഒരു വെർഷൻ വ്യത്യാസമുണ്ട്. ഈ കൈക്കൂലി എന്നുള്ള സമ്പ്രദായമൊക്കെ ഇപ്പൊ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വർക്ക് ലോഡ് ഉണ്ട്. ഈ ഒരു വിഷയമൊന്നുമല്ല ഒരു പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നത്. അതൊന്നും ആരും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ ജനിച്ച് അയാൾ മരിക്കുന്ന വരെയുള്ള ഈവൻ അയാളുടെ എല്ലാ കാര്യങ്ങളും അയാൾ ഈ പഞ്ചായത്ത് ഓഫീസിനെ സമീപിക്കേണ്ടി വരും. ആ കാര്യങ്ങൾ ഒരാളുടെ കാര്യമാണോ? നമ്മളൊരു പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു 10-35 ലക്ഷമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഈ 5 ആളെ വെച്ച് ചെയ്യുമ്പോൾ സാറൊന്ന് ആലോചിച്ച് നോക്ക്. അതിനകത്ത് അഴിമതിയല്ല, അത് ഈ സംവിധാനത്തിന്റെ റൺ ചെയ്യുന്നതിന്റെ സിസ്റ്റം റൺ ചെയ്യുന്നത്. പക്ഷെ അഴിമതി ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ജനകീയാസൂത്രണം വന്നതിന് മുമ്പൊക്കെ. അന്നത്തെ കാലത്ത് പണിയും ഉണ്ടായിരുന്നില്ല. ആ പണിയില്ലാത്ത കാലത്ത് ആൾക്കാർക്ക് അത് മേടിക്കാൻ സമയമുണ്ട്. ഇന്നിപ്പോൾ പണി ചെയ്യാൻ നേരമില്ല. ഇതിലൊക്കെ കാശ് മേടിക്കാൻ പോയാൽ പണി നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി ചിന്തിക്കണം. ഇതിലൂടെ മീഡിയാസിലൂടെ ആൾക്കാർ ഈ അഴിമതിയുടെ കഥ, ഇപ്പോഴും രാഷ്ട്രീയക്കാരാണെങ്കിലും അഴിമതിയുടെ കഥ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു മൂടിവെക്കലാണ്. ഈ സംവിധാനത്തിൽ
ന്യൂനത ഉണ്ടെന്നുള്ളത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്, മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. എനിക്ക് പക്ഷേ ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊന്നും എനിക്ക് ആദ്യമായിട്ടാണ് ഒരവസരം. അതുകൊണ്ട് ഞാൻ അല്ലല്ല, ഇതിൽ പണിയൊന്നുമില്ല. കാര്യം ഈ സിസ്റ്റത്തിന് ഞാൻ ഈ പഞ്ചായത്തിൽ വന്ന് 4 വർഷമായിട്ട് സാറിന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ലോഗിൻ ഉള്ളത് കൊണ്ട് ലോഗിനകത്ത് ഒരു ഫയൽ തീർപ്പാക്കിയ ആ ഫയലിന്റെ എണ്ണം അവിടെ കൗണ്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ പഞ്ചായത്തിലെ ഈ 4 വർഷം കൊണ്ട് 23,500 ഫയൽ ക്ലോസ് ചെയ്തെങ്കിൽ അത് സാറിനെ അരിച്ചു നോക്കിയാൽ അറിയാം ഒരു ഫയലിന് എത്ര സമയം എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. ആ ഒരു ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫയലിൽ പരിശോധിക്കാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ള അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തെന്ന് വെച്ചാൽ അത്രയും സമയം എനിക്ക് ഉപയോഗിക്കേണ്ട സാവകാശം കിട്ടുന്നില്ല. ഫയലിൽ പണിയെടുക്കാനുള്ള സമയം നമ്മളൊരു കീഴുദ്യോഗസ്ഥരെ വിശ്വസിച്ചിട്ടാണ് നമ്മളൊരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഫോൾട്ട് എപ്പോഴും പറ്റാം. അത് നമ്മളൊരു വിശ്വാസത്തിലെടുത്താണ് പോണത്. എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിലെടുത്താണ് പോണത്. അപ്പോൾ ഈ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പഞ്ചായത്ത് ഓഫീസാണെങ്കിൽ ഇപ്പം നമ്മൾ നേരെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി നോക്കാം, അതെല്ലാത്തിനും വിഭാഗമുണ്ട്. ഇവിടെ 6 പേരാണെങ്കിൽ അവിടെ 60 പേരാണ്. ആ ഡിഫറൻസ് സാർ മനസ്സിലാക്കണം. അപ്പം അതനുസരിച്ച് അവിടെ ഏരിയ കൂടുതലുണ്ട്, ഫംഗ്ഷൻ കൂടുതലുണ്ട്. അതും ഞാൻ കുഴപ്പമാണെന്നല്ല പറയണം. അവിടെയും അവരെ കൊണ്ടും ആവുന്ന വിധത്തിൽ പണിയെടുത്താണ് തീർക്കുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിൽ ആളില്ലാണ്ട് പണി നടക്കത്തില്ല. ഓക്കെ, താങ്ക് യു. പേര് നിഷാലിയാർ. ഇന്നാളെ പേര് നിഷയുടെ എന്താ അന്ന് കേസ് വന്നപ്പോ ഉണ്ടായിരുന്നു അല്ലേ? ദീപുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുത്തെ ഒരു വാർഡിലെ മെമ്പറാ, 5ാം വാർഡിലെ മെമ്പറാ. അപ്പൊ ഇത് എന്താ ഇതിപ്പോ പുതിയൊരു ഇനിഷ്യേറ്റീവ് എങ്ങനെയുണ്ട്? എല്ലാം നാട്ടുകാരുടെ സഹകരണം എങ്ങനെയാണ്? സഹകരണമായിരുന്നു. 250ഓളം പേരൊന്നും വന്ന്. അപ്പൊ നിങ്ങൾ ഇതിന് രാവിലെ വരും? മാത്രമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളൂ. അടുത്ത വാർഡ് അടുത്ത ദിവസമാണ് കൊടുക്കുന്നത്. പേരെങ്ങനെയാ? അനീഷ. അനീഷയുടെ വീട് എവിടെ ആയിട്ടാ? കാര്യവളം 4ാം വാർഡില്. 4ാം വാർഡ്. അപ്പൊ ഇത് എന്നാ പരിപാടിക്ക് മേടിക്കുന്നതാണ്? വേസ്റ്റ് ബിൻ. എന്നാന്ന് പറഞ്ഞു എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയോ? പറഞ്ഞു തരുമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, വളമായി. ഞങ്ങള് സൂചിത മിഷന്റെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. സർക്കാരിന്റെ പ്രോജക്റ്റ് ആണുള്ളത്. സൂചിത മിഷൻ ആണ് ഇതിന്റെ ഫിനാൻസ് മോണിറ്ററിംഗ് സ്ഥാപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഏതെല്ലാം പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്? ഇത് ഇവിടെ ഞങ്ങള് ഒരു 10-25 പഞ്ചായത്തിൽ ഈ വർഷം തന്നെ ചെയ്യുന്നുണ്ട്. ഇവരാണ് ആദ്യം ഇവിടാണോ? ഇല്ല, ആദ്യമല്ല. ഇത് മഴവിന്നൂരുണ്ട്, ഐക്യനാടുണ്ട്. ഇവരാണ് 2020 പഞ്ചായത്ത് അവരാണ് ആദ്യം ഇനിഷ്യേറ്റീവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് വേണമെന്നും പിന്നെ സൂചിത മിഷൻ സ്പെക്ക് കൂടാതെ ഹാൻഡ് ഫോർക്ക് ഉള്ള തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഇത് മിഷൻ പറയാത്തതും ആയിട്ട് ഇത് ബയോ മെക്കാനിക്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിന്റെ ഗുണം എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് നമുക്ക് പിന്നെ മാലിന്യ സംസ്കരണം വലിയ പാടായിട്ടായിട്ട് വരിക. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുകയും വളവാക്കുക എന്നുള്ള ആണ് അതിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് 90% ഇവരുടെ ഇതിലായിരിക്കും കൊടുക്കുന്നത്. അതെ, പഞ്ചായത്തിൻ്റെ ഇതാണ്. ഈ പഞ്ചായത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇവർ നമ്മൾ മുഴുവൻ ഇത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആളുകൾ കാശ് മേടിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളും ബാക്കി കാശ് മേടിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്ത് കിഴക്കമ്പലം 2020 ഭരിക്കുന്ന കിഴക്കമ്പലം, മഴവന്നൂർ, ഐക്യനാട് എല്ലാം എന്താണ് കുന്നത്തനാട് എല്ലാം പഞ്ചായത്തും മുഴുവൻ പദ്ധതി വിഹിതം മേടിക്കാതെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാനുള്ള എവിടെയാണെങ്കിലും ഒരുപോലെയാണ്. തോട് സംരക്ഷണം കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളൊന്നാണ്. 300-350 മീറ്റർ ഇടവിട്ട് ഇത്തരം ചീപ്പുകൾ കെട്ടിയാണ് വെള്ളത്തെ അവർ നിയന്ത്രിക്കുന്നത്. മെമ്പർ വിശദീകരിക്കുന്നു. പറഞ്ഞാണിത്. ഇത് RCC കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ ആധുനിക രീതിയിൽ സാങ്കേതികവിദ്യയുടെ ഏറ്റവും പുതിയ തോതിലുള്ള ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെൻഡഡ് ക്രോസ് ബാർസ്. സാധാരണ നമ്മുടെ പഴയ തോടുകളിലൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും 2-3 ചെറിയ സ്പാനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതിൻ്റെ ഫൗണ്ടേഷനോടടക്കം കാലപ്പഴക്കം കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഷട്ടർ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ്. ആവറേജ് ഒരു 80 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയും ഓരോ സാമ്പത്തിക വർഷം നമ്മൾ ഇതിനു വേണ്ടി മുടക്കുക.
അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ള ഇത്തരത്തിൽ പലതും ഇതിന് ഒരു 17 ലക്ഷം രൂപ വരുള്ളൂ. പക്ഷെ അതോടൊപ്പം ഈ തോട് കെട്ടി സംരക്ഷണം നമ്മുടെ ആ ബോർഡിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ തോട് കെട്ടി സംരക്ഷണവും ഇതേപോലെയുള്ള വെൻഡഡ് ക്രോസ് ബാർസും അതിനോട് കൂട്ടിച്ചേർത്തിട്ട് ചെയ്യുന്നത്. കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണോ? പിന്നെ ഇത് വളരെ ശുദ്ധമായ ജല. ഇത് ഇതിലെയാണ് ഈ അവിടെ നിന്ന് കാര്യകുളത്ത് നിന്ന് കടമ്പറയാറിലേക്ക് ഒഴുകുന്ന തോട്. ഇതാണ് ഈ പറയുന്ന സംഭവമാണ്. ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളമുണ്ട്? വേനൽക്കാലത്ത് ഇത്രയും വെള്ളമുണ്ട്. വളരെ സമൃദ്ധമായിട്ട് ജലസമൃദ്ധിയുള്ള തോട് തന്നെയത്. അപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണം അങ്ങ് അറ്റം വരെ എത്തുമ്പോൾ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇതിലൂടെ അഴുക്ക് ചേർന്നിരുന്ന ചെറിയ ഇതിൻ്റെ ആദ്യത്തെ ഒരു പടം വേണമെങ്കിൽ സാറിന് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഏകദേശം ആ കാണിച്ചിരിക്കുന്ന ഒരു തോട് പോലെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. അത് മാറിയിട്ട് ഇത്തരം വളരെ നല്ല നീർത്തടങ്ങളെ സംരക്ഷിക്കാൻ പാകത്തിന് ഇത്തരത്തിൽ പണം മുടക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സംരക്ഷിക്കപ്പെടുന്ന പദ്ധതിയും വളരെ ആസൂത്രണമായിട്ട് തന്നെ ചെയ്തു. ഇത്രയും മനോഹരമായിട്ട് വേറെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് പോലും ഇത്തരത്തിൽ കെട്ടി സംരക്ഷിക്കപ്പെടില്ല. വളരെ കൃത്യമായ ഇടവേളയിൽ തന്നെ എൻ്റെ RCC ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഭാഗത്തും അതിന് ചിലവാക്കിയിരിക്കുന്ന തുകയെക്കുറിച്ചിട്ടെല്ലാം വളരെ വ്യക്തമായ ധാരണയും നമ്മൾ വരാൻ പാകത്തിന് ഇതിന് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഒരു അങ്കണവാടിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. ഇത് അങ്കണവാടിയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഓരോ ഗ്രാമത്തിലും ഇത്തരം കാഴ്ചകളേറെയുണ്ട്. എന്നാൽ കിഴക്കമ്പലത്തെ കാഴ്ച വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും ഇങ്ങനൊരു അങ്കണവാടി ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അകത്ത് കയറാൻ കഴിയുന്നില്ല, അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇത് അകത്തെ ദൃശ്യങ്ങൾ അത്ഭുതകരമാണ്. ഇങ്ങനെയും ഒരു നാടിനെ മാറാം എന്നതിന് ഇതിനേക്കാൾ വലിയ മറ്റെന്ത് തെളിവാണ് ഉണ്ടാവേണ്ടത്?